2026 LDF ഒരു വട്ടം കൂടി തുടർ ഭരണത്തിന് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെതായ തരത്തിലുള്ള പ്രവർത്തനങ്ങളും പലതരത്തിലുള്ള പിന്നാമ്പുറ നീക്കങ്ങളും ഒക്കെ CPM-ന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു. CPM തന്നെയാണല്ലോ LDF-ന് നേതൃത്വം കൊടുക്കുന്നതും ഭരിക്കുന്നതും എല്ലാം, മറ്റുള്ളവരെ അമർച്ച ചെയ്യുന്നതും ഒക്കെ തന്നെ CPM-ആണ്. അതുകൊണ്ട് തുടർ ഭരണത്തിനും അവർ തന്നെ മുൻകൈയെടുത്ത് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മുഴുവൻ തകർത്തെറിഞ്ഞിരിക്കുകയാണ് CPI. CPIയുടെ ബിനോയ് വിശ്വം പറഞ്ഞ പ്രസ്താവനയാണ് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൽ ആരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ BJP വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അത് പറയുമ്പോൾ അത് എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ആ പറഞ്ഞത് അത്രയും മാത്രമല്ല, അതിനപ്പുറം ഉണ്ടെന്ന് കരുതിക്കൊള്ളണം. സാധാരണ കമ്മ്യൂണിസ്റ്റുകാരങ്ങനെ വിട്ടു പറയത്തില്ല. ഇത് സത്യം കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല, പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ സത്യവും വിളിച്ചു പറയില്ല. പക്ഷെ ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞെങ്കിൽ മാത്രമേ അവരുടെ നെഞ്ചിലെ ഒരു വിമ്മിട്ടം മാറിക്കിട്ടുകയുള്ളൂ. അതാണിപ്പോൾ കണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനിശ്ചിതമായ രീതിയിൽ CPI CPM-നെയും പഴിയാരുന്നുണ്ട്. CPM-ന്റെ മുന്നിൽ വളരെ വിധേയത്വത്തോടുകൂടി നിൽക്കുന്ന ഒരു പാർട്ടിയായി CPI മാറി. വിധേയനായിട്ട് നിൽക്കുമല്ലോ. അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന് പറയുന്ന സിനിമയുണ്ട്. അതില് ഈ മമ്മൂട്ടി ഭാസ്കര പട്ടേലർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുന്നിൽ വളരെ വിധേയനായിട്ട് താഴ്ന്ന് കമന്ന് കിടക്കുകയാണ് ഒരു വിധേയനുണ്ട്. അത് MR ഗോപകുമാറാണ് അത് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ വിധേയനായിട്ട് അത്തരത്തിലെ വിധേയത്വം പുലർത്തി നിൽക്കുന്ന ഒരു പാർട്ടിയായി CPI മാറി. ഇന്ത്യയിൽ 100 വർഷമായി പിറന്നു വീണിട്ട് കേരളത്തിന് CPIക്ക് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള പാർട്ടി ഈ ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ പാർട്ടി പറയുന്ന കാര്യം കേൾക്കണ്ടേ നമുക്ക്? BJP അതിശക്തമായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിശക്തമായ തരത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് CPI തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കണ്ടിരിക്കുന്ന അതാണ്. കോൺഗ്രസിനകത്ത് ചില അവരുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി. പക്ഷെ അതൊക്കെ അങ്ങ് മറഞ്ഞു പോകും. പക്ഷേ ജനങ്ങൾക്ക് ജനദ്രോഹപരമായിട്ടുള്ള പല നടപടികളും കൈക്കൊണ്ടിട്ടുള്ള LDF സർക്കാരിന് വൻ തിരിച്ചടി ഉണ്ടാകും എന്നാണ് CPI പറഞ്ഞിരിക്കുന്നത്. ആ തിരിച്ചടി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ട് കണ്ടു തുടങ്ങാം. പഞ്ചായത്ത് എത്ര നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ പരാജയം ഉണ്ടായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM-ന്റെ നേതൃത്വം അവർ നയിക്കുന്ന LDF വിജയിച്ചു കയറുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇക്കുറി അതൊന്നും ഉണ്ടാകത്തില്ല. അടിത്തട്ട് മുതൽ തന്നെ പോയി കിടക്കുകയാണ്. അതിൽ നിന്നൊക്കെ മോചനം നേടുന്നതിന് വേണ്ടിയാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അതിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമവും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ അയ്യപ്പ സംഗമം നടത്തിയാലും പിണറായിക്ക് നേരിട്ട് അയ്യപ്പ കോപം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കില്ല. അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതിന്റെ സൂചന പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലും നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളതാണ്. പല ജില്ലകളിലും LDF-ന് കനത്ത നഷ്ടം സംഭവിക്കും. ഇപ്പോഴത്തെ മന്ത്രിമാരിൽ പലരും തോൽക്കാൻ തന്നെ ഇടയുണ്ട്. ഞാൻ ആലപ്പുഴ ജില്ലയും തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും അതുപോലെ എറണാകുളം ജില്ലയും ഒക്കെ തന്നെ ഞാൻ നിങ്ങളുമായിട്ട് അവിടുത്തെ
രാഷ്ട്രീയ വ്യതിയാനത്തെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ തന്നെ 13 സീറ്റ് LDF കൈവശമാണ്. ഒരു സീറ്റ് മാത്രമാണ് UDF ഇവിടെ വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നുണ്ട് LDF. ഏതാണ്ട് ഒരു 4 സീറ്റ് BJP പിടിച്ചെടുക്കും തിരുവനന്തപുരം ജില്ലയിൽ എന്നുള്ളത് ഉറപ്പായിട്ട് നിൽക്കുകയാണ്. അത് നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും കാട്ടാക്കട മണ്ഡലവുമാണ്. ഇനി 2ാം സ്ഥാനത്തേക്ക് മറ്റുള്ള ചില മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തേക്ക് വരും. ഈ 2ാം സ്ഥാനത്തേക്ക് വരുന്നത് 1ാം സ്ഥാനവുമായിട്ട് വലിയ അന്തരം ഉണ്ടാകത്തില്ല. വളരെ ചെറിയ രീതിയിലുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. എങ്ങനെ വന്നാലും NDA സഖ്യം കേരളത്തിൽ ഒരു 10 മുതൽ 12 സീറ്റ് വരെ നേടുമെന്നുള്ളതും ഉറപ്പാണ്. LDF സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ച സംഭവിക്കും. തിരുവനന്തപുരവും അതുപോലെ തന്നെ കൊല്ലത്തും ഏതാണ്ട് BJPക്ക് അനുകൂലമായ സാഹചര്യമായി മാറുന്നു. ആലപ്പുഴയിലും അതേ സാഹചര്യം തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മലപ്പുറം ഭാഗത്ത് അവർക്കറിയാം മുസ്ലിം ലീഗിന് വലിയ ആധിപത്യം തന്നെയാണ് മലബാർ മേഖലയിലൊക്കെ തന്നെ. കാസർഗോഡും കണ്ണൂർ പോലും BJP കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. MV ഗോവിന്ദന്റെ പ്രസ്താവന തന്നെ നേരത്തെ തന്നെ വന്നിട്ടുള്ളതല്ലേ. പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് പോലും BJP കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും LDF ഒരു 30 മുതൽ 40 സീറ്റിനകത്ത് ഒതുങ്ങേണ്ടി വരും എന്നുള്ളതാണ് കാണുന്നത്. 30 മുതൽ 40 സീറ്റിനകത്ത് BJP 10 മുതൽ 12 സീറ്റ് നേടും. UDF ഒരു 80 സീറ്റ് എങ്ങനെ വന്നാലും നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. 80 മുതൽ അങ്ങോട്ടേക്ക് പോകാം, 90 വരെ എത്താവുന്ന രീതിയിലാണ്. അവർ നിലവിലുള്ള മണ്ഡലങ്ങൾ നിലനിർത്തുകയും അതിനോടൊപ്പം LDF പല കോട്ടകളും പിടിച്ചെടുക്കാനും കഴിയുമെന്നുള്ളതാണ്. പക്ഷേ അവിടെ UDF വിജയം ഉണ്ടായാൽ പോലും അവിടെ വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്കൊന്നും വലിയ ഭൂരിപക്ഷം ഉണ്ടാകാൻ ഒരു വഴിയുമില്ല. അവിടൊക്കെ തന്നെ BJP ആയിരിക്കും തൊട്ട് പിന്നാലെ വരുന്നത്. ഇവിടെ തന്നെ പലയിടങ്ങളിലും CPM അതായത് തലസ്ഥാനവും അതിനോടൊപ്പം തന്നെ തിരുവനന്തപുരവും കൊല്ലം ജില്ല എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. ഭരണം ആർക്ക് അനുകൂലമായിട്ടാണോ വരുന്നത് അവരോടൊപ്പമാണ് തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും നിൽക്കുക. ഇപ്പോൾ നോക്കിയാൽ ഇത് തന്നെയാണ്. LDF അനുകൂലമായിട്ടാണല്ലോ തിരുവനന്തപുരവും കൊല്ലവും നിൽക്കുന്നത്. ഇതിന് മാറ്റമുണ്ടാകുക എന്നുള്ളതാണ്. ഈ പാർട്ടിയിൽ പോലും പലരും ആഗ്രഹിക്കുന്നുണ്ട് മൂന്നാമതൊരു വട്ടം കൂടി ഭരണം കിട്ടരുത് എന്ന്. എന്തുകൊണ്ട്? അഹങ്കാരത്തിന്റെ പാരമ്യത്തിൽ പാർട്ടി എത്തും, പാർട്ടി നശിക്കും എന്നാണ്. പ്രതിപക്ഷത്തിരിക്കാൻ പറ്റിയ പാർട്ടിയാണ് CPM നയിക്കുന്നത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി വളരെയധികം ശക്തിയോടുകൂടി ഊർജത്തോടുകൂടി കയറി വരാൻ കഴിയും എന്നാണ് പാർട്ടിയിലുള്ളവർ കരുതുന്നത്. CPI എന്തായാലും ഈ അപകടം മണത്തറിഞ്ഞിട്ടുണ്ട് കേട്ടോ. CPI അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണ്. ഇനി ഏതായാലും ഇവരുടെ കൂടെ നിന്നാൽ രക്ഷയില്ല, നടക്കില്ല എന്ന് ബോധ്യമായ അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. CPM പലതരത്തിലും പല കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ കൂടെ നിന്ന് CPI ഇപ്പൊ ഏതാണ്ട് നാമാവശേഷമാകുന്ന ലക്ഷണമാണ് കണ്ടു തുടങ്ങിയിരിക്കുന്നത്.